മോൾ വന്ന് പോലീസുകാരിയാണ്. എന്റെ പൊന്നു മോനെ, നിന്റെ അടുത്ത് ഞാൻ പറയുന്നില്ലേ, ആ ചോട്ടാണി ഭഗവതി അമ്മന്റെ അടുത്ത് ഞാൻ പറയുന്നത്, കള്ളം പറയുന്നില്ലേ, വൃത്തികിട്ട് തന്നാടാ. ഞാൻ ഇവിടെ പിച്ചെടുക്കാനാ വന്നത്. ആണാ പെട്ടത് 2 എണ്ണം, കേറാത്തത് കേരളത്തിലെ അത്ര എണ്ണം ഉണ്ട് എന്റെ മക്കള്. ഗണേഷ് കുമാറിന്റെ നാട്. ഇന്ത്യൻ കോഫി ബോർഡിന്റെ ഡയറക്ടർ ചെയർമാനാണ്. സ്വന്തം ഇന്ത്യൻ കോഫി ബോർഡിന്റെ ഡയറക്ടർ ചെയർമാൻ. സ്റ്റേറ്റ് കാർ വാങ്ങാൻ രാജീവൻ, എന്റെ പേര് രാജേന്ദ്രനാണ്. ഇന്ത്യൻ കോഫി ബോർഡിൽ നോട്ട് ഓൺലി പട്ടാസ്, എനിവേ എനി ടൈം ടിഫൻ കിട്ടും. എല്ലാവർക്കും ആസ്തി ഒരു 5 ഏക്കർ 4 ഏക്കർ കിടന്നല്ല. അവിടെ 400 ശമ്പളമുള്ളൂ. ധർമ്മ 1500-2000 കിട്ടും. ഞാൻ പിടിക്കുക സാർ. 39 റാങ്കാണ്. ഞാൻ പോലീസിൽ പോയില്ല, അന്ന് കാലടിച്ചു പോയി, പോയില്ല. പിണറായി സർക്കാർ തന്നെ എടുത്തത്. പിണറായി സർക്കാർ തന്നെ വരും. ഞാൻ പക്കാ കമ്മ്യൂണിസ്റ്റ്. പല കാര്യത്തിലും ഒരു അപകടം വന്നതിന് ശേഷമായിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ ഇത് നമ്മുടെ മുന്നിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും അപകടം വരുന്നവരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അതിനു മുമ്പേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഹായ്, എൻ്റെ പേര് ആർദ്ര. ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാനിവിടെ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മെട്രോയുടെ പരിസരത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോയാലോ. അപ്പം നമ്മളുള്ളത് MG റോഡ് മെട്രോ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, നല്ല ചെടികളൊക്കെ പിടിപ്പിച്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ലിസി ഹോസ്പിറ്റലിൻ്റെ സൈഡാണ്. അവിടെയും പില്ലറിൻ്റെ ഇടയിൽ നല്ല ചെടികളൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് തന്നെ. നമ്മളിപ്പോൾ കലൂരാണ് കേട്ടുള്ളത്. കലൂർ മെട്രോ സ്റ്റേഷൻ്റെ പില്ലറിൻ്റെ സൈഡിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഒരുപാട് ആളുകൾ ഇവിടെ കിടപ്പുണ്ട്. വണ്ടിയൊക്കെ പോകുന്നതിൻ്റെ തൊട്ടടുത്ത് ഇവർ കിടക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇതൊക്കെ തന്നെയാണ്. നമുക്ക് അവരോടൊന്ന് സംസാരിക്കാം. എന്തുകൊണ്ടാണ് അവർ ഇവിടെ വന്ന് കിടക്കുന്നത്, ഒട്ടും സേഫ് അല്ലാത്ത ഈ സ്ഥലത്തുനിന്ന്. ശരിക്കും ഇവിടെയും കുറച്ച് പ്ലാൻസ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇതുപോലെ വന്ന് കിടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവരോടൊന്ന് സംസാരിച്ച് നോക്കാം. അവരൊക്കെ എന്ത് ചെയ്യുന്നവരാണ്, എവിടെ നിന്ന് വന്നേക്കുന്നവരാണ്, എന്താ ശരിക്കും ഇത്രയും സേഫ് അല്ലാതെ ഇവിടെ കിടക്കുന്നതെന്നൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം. ഞാൻ എന്തായാലും അവരോട് സംസാരിച്ച് അവർക്ക് ഇത് ഷൂട്ട് ചെയ്യുന്നതിൽ ഓക്കെ ആണെങ്കിൽ മാത്രമേ അവരുടെ ഫീസ് ഞാൻ നിങ്ങളെ കാണിക്കുകയുള്ളൂ. നമ്മൾ പരിചയമില്ലാത്ത ഒരാളെ നമ്മുടെ വീഡിയോയിൽ അങ്ങനെ കൊണ്ടുവരുന്നത് ശരിയല്ലോ. അപ്പോൾ അവരുടെ പെർമിഷനും കൂടെ എടുത്തതിന് ശേഷം അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഞാൻ കാണിക്കുള്ളൂ കേട്ടോ. എൻ്റെ പേര് ബാലസുബ്രഹ്മണി. അതെ, എന്താ പറയുക, ബാലസുബ്രഹ്മണി. എനിക്ക് 2 പിള്ളേരുണ്ട്, മക്കളൊക്കെ ഉണ്ട്, മക്കളുണ്ട്. ഉണ്ടായിരുന്നിട്ട് എൻ്റെ മോൾ വന്ന് പോലീസുകാരിയാണ്. പോലീസ് തമിഴ്നാട്ടിലെ. തമിഴ്നാട്ടിലെ പോലീസുകാരി. അവളുടെ ഭർത്താവ് വന്ന് SI ആയിട്ടുണ്ട് കോവൈ അവിനാശിയിലെ. എൻ്റെ മോന് അവന് 38 പ്രായം ഏജ്. അവന് തനിയാറ് ഇലക്ട്രോണിക് ഷോറൂമിൽ പണിയെടുക്കുന്നത്. പക്ഷേ എന്നെ കൈവിട്ട്. ഞാൻ എൻ്റെ ഭാര്യയാണ് സംസാരിച്ചിട്ട് 20 കൊല്ലമായി. അതിനെക്കാട്ടിലും അധികമായി. ഒറ്റ മകനാണോ അച്ഛനുള്ളത്? എനിക്കാ 2 പേര്. ഒന്നൊന്ന് ആന്നൊന്ന്. പയ്യനാ വെളിയൊന്ന്. അടുത്ത പൊണ്ണ്. തമിഴ്നാട്ടിൽ നിന്ന് എങ്ങനെയാ ഇവിടെ വന്നേ? സത്യമായിട്ട് പറയുന്നത്, എൻ്റെ കുട്ടികൾ സത്യമായിട്ട് നന്നായിട്ട് ഞാൻ കള്ളം പറയുന്നില്ല. വന്ന് പാലക്കാട് പോയി ഒരു പ്രാവശ്യം. പാലക്കാട് പോയി അവിടെ ഒന്നും തരികയെ ഏതും പണി ചെയ്യാനും ഒന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു ട്രെയിൻ വന്ന് അതിലേക്ക് കയറി എറണാകുളം ടൗൺ എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആഹാ, ശരി ഇവിടെ ഇറങ്ങാം. എന്നിട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് അതേ ഇറങ്ങി വന്ന് നടന്നേ വന്ന്. എന്റെ പൊന്നു മോനെ, നിന്റെ അടുത്ത് ഞാൻ പറയുന്നില്ലേ, ആ ചോട്ടാണി ഭഗവതി അമ്മന്റെ അടുത്ത് ഞാൻ പറയുന്നത്, കള്ളം പറയുന്നില്ലേ. അതുകൊണ്ട് ആ ദൈവങ്ങളൊക്കെ ഞാൻ കിടക്കുമ്പോൾ എനിക്ക് ഡിസ്കാർഡായിട്ട് ഇരിക്കുന്നത്. എത്രയോ തുன்பങ്ങളൊക്കെ വന്നത് ഈ തമിഴ്മാര് നാളെ അതൊക്കെ കഴിഞ്ഞു പോയി. ഭക്ഷണമൊക്കെ എപ്പോ മേടിച്ചത് നമ്മുടെ ആൾക്കാരാ. പൊന്നു മോളെ, നമ്മുടെ ആൾക്കാർ തന്നെ മലയാളിമാരാ. വാങ്ങിത്തരാം.
രാത്രി ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോ പേടിയൊന്നുമില്ലേ? ഇവിടെ കിടക്കും, അല്ലെങ്കിൽ പോലീസ് ഓപ്പോസിറ്റ് കിടക്കും. മഴ പെയ്യുമ്പോഴും വണ്ടിയൊക്കെ ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോ അത്ര പേടിയൊന്നും തോന്നിയിട്ടില്ല? ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോ ഇപ്പൊ ഇതുപോലെ വണ്ടിയൊക്കെ പോകുമ്പോ പേടിയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്താ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്താ കിടക്കുന്നേ? ഒരു പ്രാവശ്യം പോലീസ് വന്ന് ചോദിച്ച്, എനിക്ക് ഒറ്റക്കാലം തന്നെ ഉണ്ട്, എന്നെ കൊണ്ട് എവിടെ പോകാൻ പറ്റുന്നില്ലേ, മഴ വരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ കിടക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കുന്നു. എന്ത് മഴ? അയ്യോ, അത് തെറ്റായിട്ട് ഏതും ചോദിക്കില്ല. എന്തിനാണ് ഇവിടെ കിടക്കുന്നത്? സ്ഥലം ഇല്ലയാ? എനിക്ക് സ്ഥലം ഇല്ല, ഞാൻ വിളിച്ചിട്ട് തന്നാടാ, ഞാൻ ഇവിടെ പിച്ചെ എടുക്കാനാ വന്നത്. വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല കേട്ടോ. നിങ്ങളിങ്ങനെ ഇവിടെ കിടക്കുന്ന കാണുമ്പോൾ ഞങ്ങളിങ്ങനെ ഡെയിലി ഇതിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളിങ്ങനെ കിടക്കുന്നത് സേഫ് അല്ലല്ലോ, മഴ പെയ്യുമ്പോഴും വണ്ടികളൊക്കെ സ്പീഡിൽ പോകുമ്പോഴൊന്നും ഒട്ടും സേഫ് അല്ലല്ലോ. ഒന്നും മഴ പെയ്യാണെങ്കിൽ ഇവിടെ കിട്ടി ഒന്നും വരുന്നില്ല. അവിടെ അങ്ങനെ ഇല്ല മോളെ, അത്രയും വന്ന് മഴയൊക്കെ നനയും. അതുകൊണ്ടാണ് ഞാൻ അവിടെ വന്നത്, അല്ലെങ്കിൽ വരുന്നില്ല. പോലീസുകാരൊന്നും വന്നിട്ട് ഇവിടെ ഏതും ചോദിക്കുന്നില്ലേ, ഏത് ഇപ്പോഴും ഏതും പറയുന്നില്ലേ, വരുന്നില്ല ഇവിടെ ആരും വരുന്നില്ല. പകൽ സമയം മക്കളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് യാതൊരു, എന്റെ ഭാര്യയാണ് എനിക്കും വന്ന് വഴക്കുണ്ടായി 20 കൊല്ലത്തിന് മുമ്പ്. അതുകൊണ്ട് എന്റെ இடத்துல അവള് എന്ത് പറയുന്നോ അതിനെ തന്നെ അവര് ചെയ്യുന്നത്. പൈസ റുപ്യൊക്കെ അയക്കുന്നില്ലേ. മക്കള് കോയമ്പത്തൂരിലുണ്ട്, ജോലിയൊക്കെ ചെയ്യുന്നു. ഇല്ല, ഒക്കെ എന്റെ ഭാര്യ എന്ത് പറഞ്ഞാണെങ്കിൽ അതിനുപടി തന്നെ ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യാ? ആണാ പെട്ടത് 2 എണ്ണം, കേരളത്തിൽ അത്ര എണ്ണം ഉണ്ട് എന്റെ മക്കള്. നിന്നെ മാതിരി പിള്ളേര്, പൊണ്ണു മോള്, ആ മാതിരി പൊണ്ണു മോളൊക്കെ നിറയായിട്ടുണ്ട്. എനിക്ക് അത് ഒന്ന് പോകണം മോളെ. ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നൈറ്റ് ആണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും, ഡേ ആണെങ്കിൽ ഞാൻ അവിടെ പോകും. പോത്തീസ് മുമ്പ് പോയി ഇരിക്കും. போத்தீஸ் முன்பு 24 hours ஹோட்டல் உண்டுல்ல, அது அவுட் சைட்லேயே இருக்கும். സപ്പോസ് ഞാൻ മരിച്ചാണെങ്കിൽ എന്നെ നല്ല ഇടക്കം പണിയായിട്ട് അങ്ങനെ ഒന്നും ദൈവം ഒന്നും വിളിക്കില്ല കേട്ടോ. അച്ഛൻ എന്താ നേരത്തെ ജോലി ചെയ്തോണ്ടിരുന്നേ? തയ്യപ്പണി. തയ്യലായിരുന്നു. തയ്ക്കാൻ അറിയാം? എനിക്ക് ഷൂട്ട് എന്നിട്ട് പറയുന്നില്ല, കോട്ട് പാൻറ്റൊക്കെ തയ്ക്കും, സഫാരിയൊക്കെ തയ്ക്കും, തയ്ച്ചവണാണ്. എന്താ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതാണോ? ഇത് പല്ലൊക്കെ ഒന്നുമില്ല, ആ മുട്ടുണ്ട് കറി, ഈ ആപ്പിൾ പീസ് ഒന്നുണ്ട്, അത്രയും. എനിക്ക് തന്നത് അതിൽ ഞാൻ കഴിക്കാൻ വേണ്ടി ഇതിനെ എടുത്തു വെച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത്, അവർക്ക് ഒരു പാത്രം കൊടുത്ത് കഴിച്ചോ. ഞാൻ അവരോട് ഒന്ന് സംസാരിക്കട്ടെ. സേലം വന്നിട്ട് പോയി നമ്മളെ പാർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും സ്ഥലം കണ്ട് പറഞ്ഞു. അതുപോലെ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ശല്യം ചെയ്യരുത്, ഉറങ്ങിക്കോട്ടെ എന്നതായി പറഞ്ഞു. ടേസ്റ്റ് വലിച്ചെറിയരുത്. അപ്പുറം ഞാൻ കൊല്ലം, മലയാളി. കൊല്ലം കൊട്ടാരക്കര. ഗണേഷ് കുമാർ സാറിന്റെ നാട്. എന്താ ഇവിടെ എന്ത് ചെയ്യാ? ഇവിടെ ഞാൻ ഡ്രൈവറായിരുന്നു. ഞാൻ ഭാര്യക്ക് നാടോട്ട് വരുന്ന ഭാര്യ ബ്രസ്റ്റ് ക്യാൻസർ ഒന്ന് മരിച്ചുപോയി. അത് കഴിഞ്ഞ ഒരു 15 കൊല്ലം ഞാൻ നാടോട്ട് പോരുന്നു. ഞാൻ ഡ്രൈവറാണ്, ബസ് ഡ്രൈവറാണ്, ഈ സ്റ്റാൻഡിലെ ബസ് ഡ്രൈവറാണ്. മക്കളൊരു മോളുണ്ട്, ഗൾഫിലുണ്ട്. ഞാൻ സംബന്ധമില്ല. ഇവിടെ ബസ് ഓടിക്കുവാണ്. ഇവിടെ ഓടിച്ചോണ്ടിരുന്നാണ്. ഞാൻ പോകുന്നില്ല. ഇപ്പൊ ഡ്രൈവർ പണിയില്ല, ലൈസൻസ് കട്ടായി പോയി. അത് ആധാർ കാർഡിൽ അവിടെ ആയിപ്പോയി. ലൈസൻസ് ആധാറല്ല, ഫോട്ടോക്ക് മാത്രം കയ്യിലുള്ളായിരുന്നു. ഞാൻ വീടുമായിട്ട് സംബന്ധമില്ല. എന്റെ അനിയൻ ഇന്ത്യൻ കോഫി ബോർഡിൽ ഡയറക്ട് ബോർഡ് ചെയർമാനാണ്. സ്വന്തം ഇന്ത്യൻ കോഫി ബോർഡിൽ ഡയറക്ട് ബോർഡ് ചെയർമാൻ, സ്റ്റേറ്റ് കാറുള്ളതാണ് ഞാൻ. രാജീവൻ, എന്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. ഇന്ത്യൻ കോഫി ബോർഡിൽ. എന്നിട്ട് എന്ത് പറ്റി? അവരൊന്നും സഹായിക്കുന്നില്ല. ഞാൻ പൈസ നമുക്ക് സമ്മതമില്ല, അവർ പോയി. ഞാൻ ഇവിടെ വന്ന് കൂടി ഇവരോട് പോയി. ഒരു 15 വർഷമായി. ഡിസംബർ 25 എവിടേക്കാ പോകുന്നത്? ആന്ധ്രയ്ക്ക്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കുഴപ്പമില്ല. നോട്ട് ഓൺലി ബട്ട് ഓൾസോ എനിവേ എനി ടൈം ടിഫിൻ കിട്ടും. ആരാ ടിഫിൻ കൊണ്ടുവരുന്നത്? ടിഫിൻ എവിടുന്നാ കിട്ടുന്നത്? സന്നദ്ധ കൊണ്ടുവരും, എൻജിഒ കൊണ്ടുവരും, പിന്നെ അമ്പലത്തിലെ കൊണ്ടുവരും, കല്യാണം കഴിഞ്ഞ പാട്ട് കൊണ്ടുവരും. ടിഫിൻ നോ പ്രോബ്ലം. ടിഫിൻ നോ പ്രോബ്ലം. ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല.
ഇത് ഒരു വണ്ടി വന്നാൽ ഡേഞ്ചറാണ്. ഏതാ ഒരു വണ്ടി ഡ്രൈവർ എങ്ങനെയാ വണ്ടി ഓടിക്കുന്ന അറിയില്ല. രാത്രി വന്നാൽ ഇടിച്ചാൽ ഡിഫൈനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മറുകയാ. അതാണ് ഇത് തന്നെ. ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനുള്ള റീസൺ. ഞാൻ ഇതിലൂടെ പോകുമ്പോ എപ്പോഴും എന്റെ മനസ്സിൽ കൂടെ വരുന്ന കാര്യമാണ് ഈ വണ്ടി സ്പീഡിൽ പോകുന്നത്. ഇവരോട് പറഞ്ഞാലേ ഈ ഒരു പ്രോബ്ലത്തിന് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ആയാലും വാഹനം വന്ന് കയറുന്നത് നമ്മൾ ആരും ഒന്നും പറയാൻ പറ്റില്ല. ഡ്രൈവർ കണ്ടുതിരി പോയാൽ ഇവർ ഡിഫൈൻ അടി അത് മറുകയാ. അതിപ്പോ ചാലക്കുടി മതി. അത് ഡിഫൈനിൽ വണ്ടി ഇടിച്ചാൽ ഡ്രൈവർ ഒരു അശക്ട് വന്നാൽ ഇത് വണ്ടി പോലീസ് ഓഫീസർമാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കിടന്നോ കുഴപ്പമില്ല. ഈ ഇവിടെ കിടക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. ഞാനൊരു മലയാളി ഇവിടെ ഈ കിടക്കുന്നത് ഒരു മലയാളി ഇവിടെ ഉള്ളൂ. ഈ അവിടെ മോൾ ഇവിടെ ഒറ്റമാട് ബാക്കി ധർമ്മത്തിൽ ഒരു സിഗ്നൽ വന്നാൽ ഇവർ ഒരു 10 രൂപ കാശ് കൊടുക്കാത്ത ആളുമില്ല. ഏതാ ഒരു കാർ ഇപ്പം അതിനൊരു എക്സാമ്പിൾ മേഡം വണ്ടിയിൽ ഇരുന്നാൽ പോലും ധർമ്മം ചോദിച്ചാൽ ഉടനെ പേഴ്സ് ഓർമ്മ ഇല്ല 10 രൂപ അപ്പോൾ അതാണ് ഇവിടെ. അത് 10 വണ്ടി ആകുമ്പോൾ 100 രൂപയായി. അത് പൈസ കൊടുത്തില്ലെങ്കിൽ ആ പൈസ വെച്ച് കിട്ടുന്നത്. കാർ പോകുമ്പോൾ കാറിന്റെ സൈഡിലേക്ക് പോറിട്ടു. അപ്പൊ ആ പെയിൻ എടുക്കാൻ നമുക്ക് 1000 രൂപ പറ്റില്ല. അതാണ് ഈ ആന്ധ്രക്കാരുടെ പണി. ഒരു സുഖമില്ലാത്ത ആരുമില്ല. ആസ്തിയുള്ളതാണ് എല്ലാവരും. എല്ലാരും ഉപേക്ഷിച്ചല്ല. എല്ലാവർക്കും ആസ്തി 5 ഏക്കർ 4 ഏക്കർ ഇവിടെ കിടക്കല്ല. ഇവിടെ പറ്റണ എനിക്ക് അറിയാമേ. ഇവിടെ ധർമ്മത്തിൽ ഞാൻ ഒരു സിഗ്നൽ ചേച്ചി ഇവിടെ അവിടെ 400 ശമ്പളം ഉള്ളൂ. ധർമ്മം 1500-2000 കിട്ടും. ആ ചിലർ പൈസ ഈ ബസ് സ്റ്റാൻഡ് കൊടുത്താൽ 10 രൂപ അധികം കൊടുക്കും. നമ്മൾ 100 രൂപ 90 രൂപ 10 രൂപ ഓടിയിട്ട് 90 കിട്ടുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ ഇവിടെ കിടക്കരുത് കേട്ടോ. കാരണം ഞങ്ങൾക്ക് കാണുന്ന വീട്ടിലുള്ളവരെ പോലെയൊക്കെ തന്നെയാണ് നിങ്ങളെ തോന്നുന്നത്. ബുദ്ധിമുട്ടുണ്ട് ചേച്ചി. അങ്ങനെ ബുദ്ധിമുട്ടല്ല. ആരും സഹായിക്കും. നമുക്ക് ഒരാഴ്ച ഒരു ദിവസം പണി ഉണ്ടെങ്കിൽ 3 ദിവസം പണിയില്ല. നമുക്ക് 2 ആൾക്ക് ഭക്ഷണം കഴിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പൊ ഒരു കടയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന പോലെ അല്ലല്ലോ ഇവിടെ. അവിടെ ആണെങ്കിൽ പിന്നെ സേഫ് ആയി. ഇവിടെ ഒരു വണ്ടി പെട്ടെന്ന് വന്ന് ഓവർടേക്ക് ചെയ്താലും. ചേച്ചി ഇത് കൊച്ചിയാണ്. കള്ളന്മാര് കൈ കിടന്നാൽ നമുക്കിപ്പോ ചേച്ചില്ല. ഈ ചേട്ടനോല ഷട്ടി കൂടെ കാണൂല. ഇപ്പൊ ഞാൻ എന്റെ കൊണ്ടാടി എടുക്കുന്നത് നമ്മുടെ താരം വരൂല. അതായത് മലയാളി ആയതുകൊണ്ട് എന്റെ താരം എന്നെ തപ്പാനും വരുമൊന്നും വരില്ല. നമ്മൾ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ പണിയെടുക്കും. അത് കഴിയും ജീവിക്കും. അല്ലാതെ നമുക്ക് അട്ടറുണ്ട് നോർത്ത് സാറിന് ഡിവൈഎസ്പി സക്കീർ സാർ അറിയാം. പട്ടാഞ്ചേരി എ സി ഡി വിജയൻ സാറിന് അറിയാം. ചാടോല അനിൽ സാറിന് അറിയാം. ഷായി സാറിന് അറിയാം. നമ്മൾ ആ പോലീസെ വിളിച്ച് നമ്മൾ പോണ്ടി എടുത്ത് പോകും. പോലീസെ വിളിച്ച് കൊട്ടാരക്കര നെടുവത്തൂര് കിള്ളൂർ ജംഗ്ഷൻ പറയും. കിള്ളൂർ ജംഗ്ഷൻ. അവിടെ ബന്ധുക്കാരൊക്കെ അവിടെ തന്നെയാണോ? എന്റെ അനിയൻ ഇന്ത്യൻ കോപ്പി ഓഫീസാണ്. ചേച്ചി ഇപ്പൊ കൊട്ടാര ഇന്ത്യൻ ഓഫീസുണ്ട്. രാജീവൻ അമ്മ മതി. അമ്മ എടുത്തിട്ടായിരുന്നു. അച്ഛൻ വീടായിരുന്നു. അനിയൻ വിളിക്കാറൊന്നുമില്ല. ഒരു ബന്ധമില്ല അനിയനൊന്നും. അത് അമ്മയുടെ ഓരോ അവ എടുത്ത് അത് അവിടെ അതിർത്തി പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി. ഞാനൊന്നും പോയില്ല. എന്തായാലും താങ്ക് യു കേട്ടോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ. നമ്മള് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. എന്തോരം പഠിച്ചിട്ടുണ്ട്? ഞാൻ വിളിക്കുക സാർ. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് മാറി താമസിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞാനിത് എടുക്കുന്നത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടാനാ. ആളുകൾ കാണട്ടെ. 39 റാങ്കാണ്. ഞാൻ പോലീസിൽ പോയില്ല. അത് കാലടിച്ച് പോയില്ല. അതിപ്പോ ഞാൻ പോലീസിലെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഭാര്യ മരിച്ചു പോയിരുന്നു. എന്റെ മോളുണ്ട് ഗൾഫിലുണ്ട്. കുഴപ്പമില്ല. എന്ത് വന്നാലും നമ്മൾ അങ്ങനെ തന്നെ. അതിനെക്കുറിച്ച് ഞാൻ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യമില്ല. ഇവിടെ പണിക്ക് പോയാൽ 1000 രൂപ ശമ്പളം കിട്ടും. ഒരു ഞങ്ങൾ 2 ആൾക്കൂടെ ഭക്ഷണം പോയാൽ ഒരു 200 രൂപ ഒരു 500 രൂപ മിച്ചം കിട്ടും. അവർ കൂടെ പണിയുണ്ടെങ്കിൽ നമുക്ക് 1000 രൂപ മിച്ചമാണ്. ഏതാ റൂം എടുക്കുമ്പോൾ 5000 രൂപ 10000 രൂപ ഡിപ്പോസിറ്റ് വഴി നമ്മളെ കൊണ്ട് പറ്റും. ഒരു തവണ കിട്ടിയത് ഈ മെട്രോ ഉണ്ടായില്ല. മഴ പെയ്യാൻ നനയത്തില്ല. അങ്ങോട്ട് പോയാൽ തന്നെ ഇതിപ്പോ വീതി ഉണ്ടായതിൻ്റെ കൂടെ കിടക്കാം. അങ്ങോട്ട് പോയാൽ തന്നെ പിണറായി സർക്കാർ തന്നെ കൊടുക്കും. പിണറായി സർക്കാർ തന്നെ വരും. ഞാൻ പക്കാ കമ്മ്യൂണിസ്റ്റല്ല. നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ ഇവരുമായിട്ട് സംസാരിക്കുന്നത്. ഞാൻ കരുതിയിരുന്നത് ഇവിടെ മുഴുവനും അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമായിരുന്നെന്നാ. പക്ഷെ ഇപ്പൊ ഇതിനിടയ്ക്ക് എനിക്കൊരു ചേട്ടനുമായിട്ട് സംസാരിക്കാൻ പറ്റി. മലയാളിയാണ്, കൊല്ലത്തുള്ള ആളാണ്. നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അവസ്ഥ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ദയനീയ അവസ്ഥയാണ്. കാരണം ഞാനൊക്കെ ഡെയിലി ഇതിലൂടെ പോകുമ്പോൾ മാസങ്ങളായിട്ട് കാണുന്ന കാര്യമാണ് ഇവരിവിടെ കിടക്കുന്നതും ഈ വണ്ടികൾ ഇതിലെ സ്പീഡിൽ പോകുമ്പോഴും ഇവർ ഈ സൈഡിൽ കിടക്കുന്നതും മഴ പെയ്യുമ്പോഴും വെള്ളം ചാടുന്നതും. മെട്രോ ആയതുകൊണ്ട് തന്നെ മഴവെള്ളം അധികം ഇങ്ങോട്ട് തെറിക്കില്ല. പക്ഷെ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിനകത്തേക്ക് വെള്ളം കയറുമെന്ന് നമുക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ വണ്ടികൾ പോകുന്നത് എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് കൊച്ചി നഗരമാണ്, ഭയങ്കര ട്രാഫിക് ഉണ്ട്. പല വണ്ടികളും ഒരു എന്താ പറയുക ലൈസൻസും ഇല്ലാതെ, ലൈസൻസ് ഇൻ ദ സെൻസ് ഭയങ്കര ഓവർ സ്പീഡിലാണ് പലരും വണ്ടി ഓടിക്കുന്നത്. അത് അവരെയും പറഞ്ഞിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കാരണവശാലും ഒരു ആക്സിഡന്റോ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ രാത്രി ഇവിടെ കിടന്നുറങ്ങുമ്പോൾ ഇവർക്ക് ശരിക്കും അപകടം ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്.
പക്ഷെ ഇവരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ഇതിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഞാൻ നോക്കി ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഇതിനൊരു പരിഹാരം അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കിടക്കാനുള്ള സൗകര്യം ഈ മെട്രോയുടെ പില്ലറിന് താഴെ അല്ലാതെ വേറെ എവിടെയെങ്കിലും കിടക്കാനുള്ള കൊടുക്കാനായിട്ട് ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് യൂട്യൂബിൽ നോക്കിയപ്പോഴും ആരും പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ചേട്ടുമായിട്ട് സംസാരിച്ച 1 മാസം മുമ്പോ 2 മാസം മുമ്പോ കളക്ടർ ഇവിടെ വന്ന് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനൊരു താമസിക്കാൻ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ അതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും അവർക്ക് അറിയില്ലെന്നാണ് പറഞ്ഞത്. പോലീസുകാർ വന്നപ്പോഴും എന്താ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷേ ഫോഴ്സ്ഫുള്ളി ഇവരെ ആരെയും ഇവിടെ മാറ്റിയിട്ടില്ല. കിടക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് ആരുമില്ല, വീട്ടുകാരില്ല, സ്വന്തക്കാരില്ലാത്തവരാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. ഇവരോട് സംസാരിച്ചപ്പം മിക്ക ആളുകൾക്കും കുടുംബവും കുട്ടികളും എല്ലാവരും തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അവരാരും ഇവരെ അന്വേഷിക്കുന്നില്ല. ഇപ്പോൾ പലരുടെയും ഇത് പറയുമ്പോൾ തന്നെ അവർ ഭയങ്കര വിങ്ങുവാണ്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പ്രായമുള്ളവരൊക്കെ തന്നെയാണ് ഈ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഇരിക്കുന്നവരും ധർമ്മം എടുക്കാനിരിക്കുന്നവർ തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പം അവർക്ക് അതിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടും. ഇപ്പോൾ നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ കൂലിപ്പണി ചെയ്യുമ്പോൾ 300-400 രൂപയും കിട്ടുന്നിടത്ത് ഇവിടെ 1000-1200 രൂപ ഡെയിലി അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് വെച്ചിട്ട് ജീവിക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ കിടക്കുന്ന സ്ഥലം ഒരിക്കലും സേഫ് അല്ല. ഇപ്പോൾ ഒരു വലിയൊരു മഴ പെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മിക്ക സ്ഥലങ്ങളിൽ എറണാകുളത്തൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭയങ്കര ഇടിയും വെട്ടി ഭയങ്കര അതിശക്തമായിട്ട് തന്നെ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ഈ പുറത്ത് ഇതുപോലുള്ള തുറസായിട്ടുള്ള സ്ഥലത്ത് വന്ന് ഇവർ കിടക്കുന്നത് സേഫ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ഇവർക്ക് എതിരെയായിട്ടല്ല. ഇവർക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം ഇവർക്ക് എവിടെയെങ്കിലും ഒന്ന് കയറി കിടക്കാനുള്ള സൗകര്യം ആരെങ്കിലും അധികൃതർ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഇപ്പൊ പല കാര്യത്തിലും ഒരു അപകടം വന്നതിന് ശേഷമായിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ ഇത് നമ്മുടെ മുന്നിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും അപകടം വരുന്നവരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അതിന് മുമ്പേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ കൊടുത്ത് ഡെയിലി ഭക്ഷണമൊക്കെ കഴിച്ചു പോകുന്നുണ്ടെന്നാണ് മിക്കവരും പറഞ്ഞത്. അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പ്രശ്നമില്ല. ഈ താമസിക്കുന്ന ഇത് ഒട്ടും സേഫ് അല്ല. ഇനി അത് മാത്രമല്ല, അടുത്തൊരു കാര്യം, നമ്മൾ മെട്രോ സിറ്റി മെട്രോ ടൗൺ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അഹങ്കാരത്തോടു കൂടി എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ പുറത്തുനിന്ന് ഒരാൾ, ഇപ്പോൾ കൊച്ചിയൊക്കെ ഭയങ്കര വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തന്നെ പുറത്തുനിന്ന് ഒരുപാട് പേര് വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുനിന്നൊക്കെ ഒരാൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് തന്നെ ഇതൊരു നാണക്കേടല്ലേ. ഇങ്ങനെ ഈ മെട്രോയുടെ താഴെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കിടക്കുന്നു, ഭക്ഷണം കഴിക്കുന്ന മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഈ വഴി പോയപ്പോൾ അവര് പ്രാഥമിക ആവശ്യങ്ങൾ വരെ ഇവിടെ നിന്ന് ചെയ്യുന്നത് കണ്ടു. ഇതൊക്കെ ആളുകൾ കണ്ടിട്ടും, ആളുകൾ ഇൻ ദ സെൻസ് വേണ്ടപ്പെട്ടവർ കണ്ടിട്ടും എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഈ നടപടി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് ഇതിനൊരു പരിഹാരം കൊടുക്കുക ഇത്ര ലേറ്റ് ആവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇത് കാണുന്ന ആളുകൾ മാക്സിമം ഇവർക്കൊരു പരിഹാരം കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല, ഇത് ആരോട് പറയണമെന്ന്. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഇടുന്നത്. ഓക്കെ, ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല. ഇപ്പം ഈ ആളുകളുടെ ഒക്കെ അടുത്ത് ഞാൻ സംസാരിച്ചത് അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി മാത്രമാണ്. അവർ പറയുന്നത് എത്രത്തോളം ജെനുവിൻ ആണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മളിപ്പം മിക്കയിടത്തും കാണുന്നുണ്ട്, ഈ ധർമ്മം എടുക്കുന്നവർ തന്നെ പല ഉടായ്പ കാണിക്കുന്നുണ്ട്. തട്ടിപ്പും കാര്യങ്ങളും, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇവരുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞതിൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി മാത്രം ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചത്. ഞാൻ മെയിനായിട്ടും ഇത് നിങ്ങളിലേക്ക് കാണിക്കുന്നത്, ഒന്ന് ഈ മെട്രോ സ്റ്റേഷൻ്റെ പില്ലറിൻ്റെ താഴെ ഇവരിങ്ങനെ താമസിക്കുന്നതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സേഫ്റ്റി ഇഷ്യൂ, അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. വണ്ടി ഭയങ്കര ഓവർ സ്പീഡിൽ പോകുന്ന ബൈക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഭയങ്കര ഇടിയും മഴയൊക്കെ ഉള്ളപ്പം ഇപ്പം വെള്ളമൊക്കെ റോഡിൽ ഈ ഡ്രെയിനേജ് ഒക്കെ നിറഞ്ഞ് വെള്ളമൊക്കെ കിട്ടുമ്പോൾ ഇത് നേരെ ഇവിടേക്ക് വന്ന് നിറയുള്ളൂ. അപ്പോഴും ഇവരിവിടെ രാത്രി ഇങ്ങനെ തന്നെ കിടക്കുക ചെയ്യുന്നത്. ഇപ്പം പോലീസുകാർക്കും ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒന്ന് മാറ്റാം, അവരെ നിർബന്ധിച്ച് ഇവിടെ കിടക്കരുതെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർ മാറിപ്പോകും. ചില മെട്രോ സ്റ്റേഷനൊക്കെ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ കലൂർ ഭാഗത്താണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്, പക്ഷേ കുറച്ച് സൗത്ത് സൈഡിലും കുറച്ച് ആളുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ബാക്കി കുറേ മെട്രോ സ്റ്റേഷൻ്റെ പരിസരമൊക്കെ ഭയങ്കര നീറ്റാണ്. നല്ല ചെടികളൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയാണ് കാണാൻ. എല്ലായിടത്തും ചെടികളൊക്കെ വെക്കുകയാണെങ്കിൽ ഈ പ്രശ്നമില്ല, ഇങ്ങനെ ആളുകൾ വന്ന് കിടക്കില്ല എന്ന് ഉറപ്പാണ്. ഈ പറഞ്ഞതിനെ പറ്റി കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ അത് കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും എടുക്കാം. ഞാൻ ജസ്റ്റ് ഈ മെട്രോ സ്റ്റേഷൻ്റെ പരിധി ഇങ്ങനെ ഇത്രയും വൃത്തികേടായി കിടക്കുന്നത് കണ്ടതുകൊണ്ടും ഈ ഇവരുടെ സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.